ഹലോ. ഇന്ന് മാർക്കറ്റ് ലൈവിലിരിക്കാനൊന്നും ടൈം ഉണ്ടായില്ല. പിന്നെ കറക്റ്റ് ലൈവ് പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കട്ടെ, അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കിലായിരുന്നു. എന്നാലും ഇന്ന് നമ്മളൊരു എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു, ഹോൾഡിംഗ് ഉണ്ടായിരുന്നു. നമുക്ക് സ്ട്രൈക്കിൻ്റെ ഒരു അതിൻ്റെ മൂവ്മെൻറ്റ് കണ്ടിട്ടേ, അതിൻ്റെ മൂവ്മെൻറ്റ് കണ്ടപ്പോൾ അതിന് ഗ്യാപ്പ് അപ്പിനുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് തോന്നിയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു 10 ലോട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു ഏകദേശം ഒരു 1 ലാഖിൻ്റെ ഉള്ളിലുള്ള ക്യാപിറ്റൽ. അത് നമുക്ക് ഏകദേശം ഒരു 70,000 എബോ പ്രോഫിറ്റ് കിട്ടിയിട്ടാണ്. അപ്പോൾ 75% ഒക്കെ ഏകദേശം നമുക്ക് റിട്ടേൺ കിട്ടി. അപ്പോൾ നല്ലൊരു കാര്യം ഉണ്ടായി. അത് മാത്രമൊന്നും ചെയ്യാൻ പറ്റുള്ളൂ, വേറെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ കൺസോൾട്ടേഷൻ ആയിരുന്നു, പിന്നെ എനിക്ക് ടൈം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതൊന്ന് അറിയിക്കാൻ ചോദിച്ചിട്ടാണ് ഇത് ഈ ഒരു സെക്ഷൻ ചെയ്യണത് കേട്ടോ. ഓക്കെ, ഇന്നിപ്പം ഇന്ന് ഏൺ ചെയ്ത റിട്ടേൺ ആണ് കേട്ടത്. നമ്മൾ 23,750 കോൾ ഓപ്ഷനാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. 143-ലാണ് നമ്മൾ എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഓക്കെ, നമ്മൾ 244 ഒരു 390, 271 ബാക്കി 260 കൊടുത്തിട്ട് നമ്മളിന്ന് ക്ലോസ് ചെയ്തു. കാരണം പിന്നെ ടൈമും ഉണ്ടായിരുന്നില്ല കേട്ടോ നമുക്ക് കാര്യങ്ങൾ ചെയ്യാനായിട്ട്. പിന്നെ കൺസോൾട്ടേഷൻ മൂഡ് ഉണ്ടാവുമെന്ന് അറിയാം, കാരണം ഹോൾഡ് ചെയ്തവർക്ക് മാത്രമേ ഇന്ന് നല്ല പ്രോഫിറ്റ് കിട്ടുള്ളൂ. അതായത് 9 മണി ടു 9:15 വരെ, അത് കഴിഞ്ഞ് 3:15 ടു 3:30 വരെയാണ് അതിന് അടുത്ത മൂവ്മെൻ്റ് ഉണ്ടായത്. അത് ഞാൻ വന്നതിന് ശേഷമാണ് മാർക്കറ്റിൽ നോക്കിയപ്പോൾ കണ്ടത്. പിന്നെ ഞാൻ മാർക്കറ്റിൽ ഇരുന്നിട്ടില്ല. അപ്പോൾ ആ 2 സെക്ഷനാണ് ഉണ്ടായത്. അപ്പോൾ നമുക്ക് എന്നുള്ള ടാർഗറ്റ് അച്ചീവ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ഇന്ന് ഉണ്ടായ ഒരു സിനാരിയോ ജസ്റ്റ് നോക്കാം. ഗ്യാപ്പ് അപ്പ് ഇത് 720 നിന്നിരുന്നത്. പക്ഷെ മാർക്കറ്റിൽ ഇന്നലെ കോൾ ഓപ്ഷൻ്റെ റേറ്റ് കണ്ട 140 ഈ റേഞ്ചിലൊക്കെയാണ് നമ്മൾക്ക് നമ്മുടെ എൻട്രി ഉള്ളതാ. ഓക്കെ, അതായത് നമ്മൾ ആവറേജ് ചെയ്ത് പൊസിഷൻ സൈസിങ് ചെയ്തിട്ടുണ്ടായിരുന്നത് ക്വാണ്ടിറ്റി കൂടുതലുണ്ടായിരുന്നു. അതിൽ കുറച്ച് നമ്മൾ ടാർഗറ്റ് കുറച്ചെടുത്തിട്ട് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, പക്ഷേ എനിക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ 720 നിൽക്കുമ്പോൾ ഒരിക്കലും ഇതിൻ്റെ റേറ്റ് 150 എന്നുള്ള റേറ്റ് മാർക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടഫായിട്ടുള്ള കാര്യമായിരുന്നു. അപ്പോൾ ഇത് മാർക്ക് ചെയ്തപ്പോൾ നമ്മളുടെ ഒരു പൊസിഷനായിരുന്നു നമ്മുടെ ലൈൻ നടന്നിട്ടത്. അപ്പോൾ ഇതിന് പോസിബിലിറ്റി ഉണ്ടെന്നുള്ള ഒരു കാര്യം ആ മാർക്കിങ്ങിലാണ് നമുക്ക് അതിൻ്റെ, അതായത് അത്രയ്ക്കധികം അതിന് ഡിമാൻഡ് വന്നിട്ടുണ്ടെന്നുള്ളത് ആണ് അതിൽ നിന്ന് മനസ്സിലാക്കിയത്. അപ്പോൾ ആ ഡിമാൻഡിനനുസരിച്ച് ഒരു കാൽക്കുലേഷൻ വെച്ചിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കറക്റ്റായിട്ട് വർക്കൗട്ടായി. 100 പോയിൻറ്റിന് നമ്മൾ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ചൊവ്വാഴ്ച ആകുമ്പോഴേക്കും ഞാനത് 350 പോയിൻ്റൊക്കെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് പക്ഷേ നമുക്ക് ഇന്നത്തെ ഒരു ഇതിൽ 271 റേഞ്ചിൽ നമ്മളത് 260 റേഞ്ചിലൊക്കെ ആവും. നമ്മുടെ ഇപ്പോൾ 2 കൂട്ട് വിറ്റെന്ന് നോക്കുമ്പോൾ, അതായത് 105 പോയിൻ്റൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടാവും. ഓക്കെ, അത് കഴിഞ്ഞപ്പോൾ നമ്മൾ നിർത്തി. പിന്നെ നമുക്ക് ടൈം കിട്ടിയില്ല. പക്ഷേ ഇന്നത്തെ ഒരു മൂഡ് നോക്കുമ്പോൾ കൺസോൾട്ടേഷൻ മോഡായിരുന്നു. അതിന് ശേഷം കൺസോൾട്ടേഷൻ കഴിഞ്ഞതിന് ശേഷമാണ് അവസാന അരമണിക്കൂർ എന്നൊക്കെ പറയുന്ന സമയത്തൊക്കെയാണ് ഒരു മൂവ്മെൻറ്റ് നടത്തിയത്. അതിൽ തന്നെ അവസാന 10 മിനിറ്റിൽ 3:15 ശേഷമാണ് ഏകദേശം ഒരു 70 പോയിൻ്റ് മൂവ്മെൻറ്റ് ഉണ്ടായുള്ളത്. ഇത് നാളേക്കുള്ള മൂവ്മെൻറ്റ് ഇന്ന് തന്നെ ഇവർ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അത് കാരണം കൊണ്ട് ഇനി എൻട്രി എന്ന് പറയുന്നത് അത്രയും കെയർഫുള്ളായിട്ടാണ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ കെയർഫുള്ളായിട്ട് മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്താൽ മതി. ഓക്കെ, നാളേക്കുള്ള അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ, മാർക്കറ്റിൽ ഇന്നത്തെ സ്ട്രൈക്കുകളുടെ പ്രൈസൊക്കെ മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കാൽക്കുലേഷൻ വെച്ചിട്ട് അപ്പിനുള്ള ട്രെൻഡാണ് മാർക്കറ്റ് കാണിക്കുന്നത് കേട്ടോ. അപ്പം മാർക്കറ്റിൻ്റെ അടുത്ത സ്ഥലം എന്ന് പറയുന്നത് 24,070. ഇപ്പം ഇന്നത്തെ ലെവൽ വെച്ചിട്ട് വരേണ്ടതായിരുന്നു. പക്ഷെ നാളെ അതൊക്കെ മാർക്ക് ചെയ്തിട്ട് 200 എന്നുള്ള റേഞ്ചിലേക്ക് വരെ മാർക്കറ്റിന് പോസിബിലിറ്റി ഉണ്ട്. അതായത് 100-150 പോയിൻ്റ് നാളെയും ഗ്യാപ്പ് അപ്പിനുള്ള രീതിയിലാണ് മാർക്കറ്റ് ഇപ്പോഴത്തെ ഒരു പിക്ചർ നിൽക്കുന്നത് കേട്ടോ. 150 അല്ലെങ്കിൽ 170 എന്നുള്ള രീതിയിൽ മിനിമം വരും. മാർക്കറ്റ് അടുത്ത ഒരു സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 270 വരെ പോകാനും പ്രോബബിലിറ്റി കിട്ടാം. ഓക്കെ, അതായത് നമ്മൾ ഇത് ബ്രേക്ക് ചെയ്ത് കടന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതിനെ വീണ്ടും മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കവർ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത് കവർ ചെയ്യേണ്ട ഏരിയയാണ് 150
250 മുകളിലായിട്ടുള്ള ഒരു റേഞ്ച് കേട്ടോ. ഓക്കെ, അപ്പോൾ 250 എന്നുള്ള റേഞ്ച് നാളെ കവർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റ് അടുത്ത് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട് ഈ ഏരിയയിലേക്ക്. പക്ഷെ ഓൾറെഡി ഇപ്പോൾ തന്നെ നമ്മളിപ്പോൾ എടുക്കുക എന്താ വെച്ച് കഴിഞ്ഞാൽ കോൾ ഓപ്ഷൻ്റെ സ്ട്രൈക്ക് ഹോൾഡിൽ എടുക്കുക. അപ്പോൾ കോൾ ഓപ്ഷൻ്റെ സ്ട്രൈക്ക് ഹോൾഡൊക്കെ പ്രൈസ് 24,000 ഓൾറെഡി 151 ആക്കി വെച്ചിട്ടുണ്ട്. അതതിൻ്റെ അർത്ഥം ഇപ്പോഴത്തെ മാർക്കറ്റ് 24,031 ആണ്. അപ്പോൾ നാളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ടൈം വാല്യൂ ആണ് ഇതിന് കൂടുതലായി നിൽക്കുന്നത്. 120 രൂപ ടൈം വാല്യൂ. മാർക്കറ്റ് 24,150 അവസാനിച്ചാൽ മാത്രമേ ഈ 151 തന്നെ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നാളെ മാർക്കറ്റ് ബിഗ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് ഉണ്ടാവും എന്നുള്ള എക്സ്പെക്റ്റേഷനും അതിനുള്ള കാൽക്കുലേഷനും ബിഹൈൻഡ് നടക്കുന്നതിനുള്ള റിഫ്ലക്ഷനാണ് അവസാന സമയത്ത് മാർക്കറ്റിൻ്റെ ഈ മൂവ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ 24,200 വരെ മാർക്കറ്റ് മുകളിലേക്ക് കയറാനുള്ള മൊമെൻറ്റത്തിനുള്ള സെറ്റപ്പ് തയ്യാറെടുപ്പും ആയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ കാണിക്കുന്ന ഒരു സിനാരിയോ കേട്ടോ. അപ്പോൾ നമുക്ക് ഓൾറെഡി പ്രീമിയം ആയ കാരണം നമുക്ക് നാളെ പ്രോഫിറ്റിനുള്ള പോസിബിലിറ്റി കുറഞ്ഞേക്കാണ്, റിസ്ക് കൂടില്ല. കാരണം പ്രീമിയം ഒക്കെ ഇന്ന് തന്നെ ആവില്ല കഴിഞ്ഞു. നാളെ പോകാൻ പോകുന്നത് ഇൻഡെക്സാണ് മൂവ് ചെയ്യുള്ളൂ. ഇൻഡെക്സ് മൂവ് ചെയ്യണോണ്ട് നമുക്ക് ബെനിഫിറ്റ് ഇല്ല. നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാവുന്നത് എങ്ങനെയാണ്? പ്രീമിയം മൂവ് ചെയ്യുമ്പോഴുള്ളൂ. അപ്പോൾ പ്രീമിയം മൂവിങ് ആയി, ഇൻഡെക്സിൻ്റെ മൂവിങ് നടന്നിട്ടില്ല. അപ്പോൾ നാളെ ട്രാപ്പിൽ പെടാതെ കെയർ ചെയ്തിട്ട് ചെയ്തോ. കാരണം പ്രീമിയം ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ നാളേക്ക് നമ്മുടെ കൺസെപ്റ്റിൽ എന്താ ഉണ്ടാവുക? 150 പ്ലസ് അടിക്കുമ്പോൾ 150 പ്ലസ് അടിച്ചില്ലേ എന്നുള്ള കൺസെപ്റ്റാണ് വെച്ചെങ്കിൽ നമുക്ക് അവിടുന്ന് മാർക്കറ്റ് മൂവ് ചെയ്തില്ല വെച്ചെങ്കിൽ നമുക്ക് ദോഷം ചെയ്യും. അല്ലെങ്കിൽ മാർക്കറ്റ് 300 മുകളിൽ മാർക്കറ്റ് വരണം. അങ്ങനെ വന്നാൽ മാത്രമേ ഈ 24,100 രൂപയായിട്ട് മാറുള്ളൂ. അതായത് 300ലേക്ക് എത്തണം. അപ്പോൾ നമുക്ക് പുട്ട് ഓപ്ഷനൊക്കെ ഇല്ലേ, പുട്ട് ഓപ്ഷൻ ആരെങ്കിലും ഹോൾഡ് ചെയ്ത് വെച്ച് വരേണ്ടത് വെച്ചെങ്കിൽ ഓൾറെഡി 24,000 ഇതൊക്കെ അധികം പ്രതീക്ഷ വയ്ക്കേണ്ട. 24,150 വരെ അല്ലെങ്കിൽ 200 വരെയൊക്കെയും നാളെ സീറോയ്ക്കുള്ള പോസിബിലിറ്റിയാണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഉണ്ടാവുക. അപ്പോൾ പുട്ട് ഓപ്ഷനിൽ അധികം ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും പഴയ ട്രെൻഡ് വെച്ച് ചെയ്യുമ്പോൾ കെയർഫുള്ളായിട്ട് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, നാളെ പിന്നെ എക്സ്പയർ ചെയ്യാണ്. അപ്പോൾ സീറോയ്ക്കുള്ള പോസിബിലിറ്റിയാണ്. ഏത് 24,150 മുതൽ ബാക്കിലേക്ക് സീറോയ്ക്കുള്ള പോസിബിലിറ്റിയാണ്. ഇവിടെ 24,250 മുകളിലുള്ളൂ. പക്ഷെ നാളെ നല്ല ഗ്യാപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ഇതിൻ്റെ വിലയൊക്കെ കൂടും. അപ്പോൾ നമുക്ക് എൻട്രി കിട്ടാനുള്ള ചാൻസ് കുറയും. പിന്നെ ട്രാപ്പിൽ പെടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ല കെയർഫുള്ളായിട്ട് വേണം നാളെ മാർക്കറ്റിനെ സമീപിക്കാനായിട്ട് കേട്ടോ. ഓക്കെ, നാളെ ഇപ്പോൾ നോക്കുമ്പോൾ 100 കോൾ ഓപ്ഷനൊക്കെയാണ് എല്ലാവരും ചിലപ്പോൾ ടാർഗറ്റ് ചെയ്യാൻ നോക്കുക. 100 കോൾ ഓപ്ഷൻ 100 റേഞ്ചിൽ നിൽക്കണമെങ്കിൽ മാർക്കറ്റ് 200 എത്തണം. അപ്പോൾ നാളെ മാർക്കറ്റ് 250 എത്തിയാലാണ് ഇതിലെന്തെങ്കിലും പ്രോഫിറ്റിനുള്ള ചാൻസ് ഉള്ളൂ. അതായത് നമ്മൾ പറഞ്ഞ 270 എന്നുള്ള റേഞ്ചിൽ എത്തണം. അപ്പോൾ പറയാൻ പറ്റില്ല, പ്രോബബിലിറ്റി ഒക്കെ ഉണ്ട്. മാർക്കറ്റ് ഇപ്പോൾ എല്ലായിടത്തും ട്രെൻഡ് അങ്ങനെയായ കാരണം കൊണ്ട് പ്രോബബിലിറ്റി ഉണ്ട്. അപ്പോൾ ഈ റേഞ്ചിലേക്കൊക്കെ എത്താം. 150 എന്നുള്ള റേഞ്ചിലേക്കൊക്കെ മാർക്കറ്റിന് വീണ്ടും എത്താം. മാക്സിമം 180 എന്നുള്ള റേഞ്ചിലേക്കൊക്കെ പോസിബിലിറ്റി ഉണ്ട്. അതിന് മുകളിലേക്ക് പോസിബിലിറ്റി കാണാനില്ല. ഓക്കെ, പിന്നെ നാളത്തെ ഇപ്പോൾ 270 അവസാനിച്ചാലാണ് ഉണ്ടാ. അപ്പോൾ ഇത് എത്രയാവും? 170 ആവും. അതാണ് ഏറ്റവും ആദ്യത്തെ പോസിബിലിറ്റി. പിന്നെ ഇതിനെ കവർ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത നല്ല ബിഗ് മൂവ്മെൻറ്റ് ഉണ്ടാവണം. അപ്പോൾ ഇത് വെച്ചിട്ട് ബാക്കിയുള്ള സ്ട്രൈക്ക് ഹോൾഡെ കാൽക്കുലേഷൻ ചെയ്തോട്ടാ. 24,100 കോൾ ഓപ്ഷൻ്റെ ടാർഗറ്റ് ഉണ്ടാ 170 വരെയാണ് ടാർഗറ്റ് ഉള്ളത്. അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്തോ. മാർക്കറ്റ് അതല്ല ഹൈ മൂവ്മെൻറ്റ് ഇല്ല വെച്ചെങ്കിൽ ട്രാപ്പിൽ പെടാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ സ്റ്റോപ്പ് ലോസ് മസ്റ്റായിരിക്കണം. ടാർഗറ്റിനെ പൂവുണ്ട് വെച്ചെങ്കിൽ ഇതുവരെ കീപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, അതുപോലെ പുട്ട് ഓപ്ഷൻ ഇതൊക്കെ സീറോയിലേക്കുള്ള പ്രോബബിലിറ്റിയാണ് കൂടുതൽ കാണുന്നത്. ഓക്കെ, നാളെ ഗ്യാപ്പ് അടിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ വെറും 40 രൂപ 30 രൂപ റേഞ്ചിലാവും നാളെ തന്നെ തുറക്കുമ്പോൾ തന്നെ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ പിന്നെ ഇതൊന്ന് ചാടി പിടിച്ചിട്ട് അല്ലെങ്കിൽ ഇന്ന് ട്രാപ്പിലായിട്ട് വെച്ചെങ്കിൽ വീണ്ടും ഫണ്ട് ഇറക്കിയിട്ട് ചെയ്യുമ്പോൾ കെയർഫുള്ളായിട്ട് ചെയ്തോ. ചെറിയ മൂവ്മെൻറ്റുകളൊക്കെ എന്തായാലും ഉണ്ടാവും. അത് നാളത്തെ ഒരു ഇത് വെച്ചിട്ട് അതിന് കൂടുതലധികം എക്സ്പെക്റ്റേഷൻ ചെയ്യണ്ട. ഓക്കെ, അതാണ് എൻ്റെ ഒരു വ്യൂ കേട്ടോ. പ്രോബബിലിറ്റിയും കാണിക്കുന്നത് അങ്ങനെയാണ്. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് നോക്കി നോക്കാം. ഗ്ലോബൽ മാർക്കറ്റ് നിഫ്റ്റി ഈ പറഞ്ഞ പോലെ ചെറിയ ഒരു 100 പോയിൻ്റ് ഡിഫറൻസ്, അതായത് നമ്മുടെ ഇപ്പോഴത്തെ സ്ട്രൈക്ക് പ്രൈസിനുള്ള ഡിഫറൻസ് പോലും വന്നിട്ടില്ല. ഓക്കെ, അപ്പം നാളെ നമ്മൾ ചാടി എടുക്കുമ്പോൾ നല്ല കെയർഫുൾ ആയിരിക്കണം. കാരണം 250 270 ഒക്കെ പോയാലാണ് നാളെ എടുത്തു കഴിഞ്ഞാൽ ഇന്ന് എൻട്രി എടുത്തവർക്ക് തന്നെ എന്തെങ്കിലും റിട്ടേൺ കിട്ടുള്ളൂ. അല്ലെങ്കിൽ അതിൽ തന്നെ അവസാനിക്കുള്ളൂ കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്തോ. ഓക്കെ, യൂറോപ്യൻ മാർക്കറ്റൊക്കെ നല്ല പോസിറ്റീവിലാണ് നിൽക്കണത്. പിന്നെ
ഏഷ്യൻ മാർക്കറ്റും ഒക്കെ പോസിറ്റീവിലാണ്. നമുക്ക് നാളെ ഗ്യാപ്പ് അപ്പിനുള്ള പ്രോബബിലിറ്റിയാണ് ഇതിൽ നിന്ന് എല്ലാന്നും കിട്ടുന്നത്. അതുപോലെ നമ്മുടെ സ്ട്രക്ചർ വെച്ചിട്ടും ഗ്യാപ്പ് അപ്പിനുള്ള പ്രോബബിലിറ്റി ഉള്ളത് കേട്ടോ. പിന്നത്തെ മെയിനായിട്ടുള്ള കാര്യം നമ്മുടെ ഓപ്ഷൻ ചെയിനിലുള്ള സ്ട്രക്ചറും 22 ലക്ഷം 29 ലക്ഷം എന്ന് പറയുമ്പോൾ 7 ലക്ഷത്തിൻ്റെ ഡിഫറൻസ് ഉണ്ട്. അതായത് ഒരു 150 പോയിൻ്റ് എന്തെങ്കിലും ഗ്യാപ്പ് അപ്പിനുള്ള സെറ്റപ്പ് ഇതിൽ കാണാണ്ട്, പ്രോബബിലിറ്റി കാണാണ്ട്. ഓക്കെ, ഗ്യാപ്പ് അപ്പിനുള്ള പ്രോബബിലിറ്റിയാണ് ഇതിലും കാണുന്നത്. പിന്നെ മോസ്റ്റ് ആക്റ്റീവ് കോൺട്രാക്ട്സ് 24,000, 24,950, 24,100, 24,200, 24,250, 24,270 ഒക്കെ ഓവറോൾ ട്രെൻഡ് വെച്ചിട്ട് അപ്പിനുള്ള ചാൻസാണ് കൂടുതൽ കാണുന്നത് കേട്ടോ. 24,000 താഴെ വരാനുള്ള അതൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ കെയർഫുള്ളായിട്ട് പുട്ട് ഓപ്ഷനെ സമീപിച്ചോളൂ. പിന്നെ ഇതൊക്കെ ബൾക്കായിട്ട് മേടിച്ച് കൂട്ടുമ്പോൾ സീറോയ്ക്കുള്ള പോസിബിലിറ്റി എപ്പോഴും കണ്ടോളൂ. ക്വാണ്ടിറ്റി കുറവിൽ ചെയ്താൽ മതി. മാർക്കറ്റിൽ രണ്ട് ഭാഗ്യമാണ് ഉണ്ടായത്. ഒന്ന്, വെള്ളിയാഴ്ച ഹോൾഡ് ചെയ്തവർക്ക് ഇന്ന് മോർണിംഗ് ഭാഗ്യം ഉണ്ടായത്. അതിനുശേഷം പാനിക്കാക്കിയിട്ട് അവസാനം വരെ പിടിച്ചിരുന്നവർക്ക് ഭാഗ്യമുണ്ടായി. ഈ 2 എണ്ണം കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടിയവർക്ക് മാത്രമേ ലക്കിന്നുള്ളൂ. നാളത്തെ കാര്യം നമുക്ക് ഹൈ റിസ്ക് ആണെന്ന്. ഓക്കെ, അപ്പോൾ ഇന്ന് ആ 2 കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാവർക്കും കിട്ടാൻ ചാൻസ് ഇല്ല. കാരണം അത്രയും ടഫ് ആയിട്ടുള്ളൊരു സമയത്തുള്ള മൂവ്മെൻറ്റാണ്. അത് കാരണമാണ് അങ്ങനെ മൂവ്മെൻറ്റ് ഉണ്ടായത്. ഓക്കെ, അപ്പോൾ നാളെ അപ്പാവും. പക്ഷേ അപ്പാവണേറ്റ് മുമ്പ് തന്നെ സ്ട്രൈക്കുള്ളതൊക്കെ ആയി കാരണം നമുക്ക് പോസിബിലിറ്റി കുറഞ്ഞിട്ടായിരിക്കണത്. അപ്പം കെയർഫുള്ളായിട്ട് മാർക്കറ്റിൽ അപ്രോച്ച് ചെയ്തോ. ഓക്കെ, പിന്നെ നമുക്ക് 24,000 ഇപ്പം 24,300, 24,200 ഒക്കെയാണ് ഇപ്പോൾ ഒരു ചെറിയ ടഫ്നെസ് കാണിക്കുന്നത്. പക്ഷേ 24,200 വരെ മാർക്കറ്റ് പോവാനുള്ള പ്രീമിയം ആക്കൽ കഴിഞ്ഞിട്ടുണ്ട്. അത് തന്നെ നാളെ അവർ നിലനിർത്തുക എന്നുള്ളതാണ് മാത്രം നോക്കാനുള്ളത്. അപ്പോൾ നാളേക്കുള്ളത് ഇന്ന് 3 മണിക്കാകുമ്പോൾ എടുത്തിട്ട് 3:30 ആകുമ്പോൾ എക്സിറ്റ് ആയവർക്ക് നാളെ ധൈര്യമായിട്ട് ആ പ്രോഫിറ്റ് വെച്ചിട്ട് റിസ്ക് എടുത്ത് നോക്കാം. അതുപോലെ തന്നെ എനിക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ 100 പോയിൻ്റ് അച്ചീവ് ചെയ്ത് കാരണം എനിക്കും അങ്ങനെ കിട്ടിയവർക്കൊക്കെ നാളെ പ്രോബബിലിറ്റി നോക്കാം. അല്ലാത്തവർക്ക് കുറച്ച് റിസ്ക് ഉള്ളൊരു മാർക്കറ്റാണ് കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് കാര്യങ്ങൾ ചെയ്തോ. അതായത് ഇന്നലെ നല്ല പ്രോഫിറ്റ് കിട്ടിയവർക്ക് മാത്രം റിസ്ക് എടുക്കാൻ പറ്റുന്നൊരു സിനാരിയോ ആണ് മാർക്കറ്റിൽ നിൽക്കണമെന്നാണ് പറഞ്ഞതിൻ്റെ ഒരു അർത്ഥം. ഓക്കെ, 24,000 നല്ല സപ്പോർട്ടാണ് കേട്ടോ. 24,100 റെസിസ്റ്റൻസ് തന്നെയാണ്. 150 ഉണ്ട്, 200, 300, 400, 500 ഒക്കെ നല്ല റെസിസ്റ്റൻസ് തന്നെയാണ്. എന്നാലും ചില സമയങ്ങളിൽ ഇതിനൊക്കെ ബ്രേക്ക് ചെയ്യാനുള്ള പ്രോബബിലിറ്റി ഒക്കെ ഇപ്പോഴത്തെ ഒരു സിനാരിയോ വെച്ചിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ FISൻ്റെ ആക്ടിവിറ്റി അവർ ഇപ്പോൾ 2 ദിവസമായിട്ട് നല്ല റേഞ്ചിൽ വാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ഇൻഡെക്സ് ഓപ്ഷനിൽ 12,000 കോടി 2 ദിവസമായിട്ട് ഇപ്പോൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗ്യാപ്പ് അപ്പിനുള്ള അതിൻ്റെ പ്രോബബിലിറ്റിയും കൂടുതലായി. അപ്പോൾ എല്ലാ തരത്തിലും ഗ്യാപ്പ് അപ്പിനുള്ള പ്രോബബിലിറ്റിയാണ് നാലുള്ളത്. പിന്നെ സ്ട്രൈക്കുള്ള മനസ്സിലായില്ലേ, സ്ട്രൈക്കുള്ള പ്രൈസ് ഓൾറെഡി ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കെയർഫുള്ളായിട്ട് എടുത്തില്ല വെച്ചെങ്കിൽ ബുദ്ധിമുട്ട് വരും. അപ്പോൾ ടൈം ഡേക്ക് ഇൻട്രസ്റ്റ് വാല്യൂ എല്ലാതും നോക്കിയിട്ട് നാളെ മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യാട്ടാ. പിന്നെ നമ്മുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരും. ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഒരു അപ്ഡേഷൻ വാങ്ങിയിട്ട് ഒരാഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മുടെ ഒരു പ്രീ മാർക്കറ്റ് അപ്ഡേഷൻ ഇടണമെന്ന് മാത്രം. ഓക്കെ, മെയിനായിട്ടുള്ളത് നെക്സ്റ്റ് വീക്കിലൊക്കെ ആയിട്ട് നമ്മൾ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ മാക്സിമം ഡെഡിക്കേഷനും കാര്യങ്ങളും എന്തായാലും ഉണ്ടാവും. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഫോളോ ചെയ്തോളൂ. ഓക്കെ, ഞാൻ പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. അതിനുള്ള പ്ലാനിങ് ഒന്നുമില്ല. ഇപ്പോൾ ട്രയൽ റണ്ണായ കാരണം ഒന്നും ചെയ്തിട്ടില്ല. നല്ല രീതിയിലുള്ള വന്നു കഴിഞ്ഞ് വെച്ചെങ്കിൽ നമ്മുടെ എല്ലാ ഇതും വന്നു കഴിഞ്ഞാൽ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ വരും. പിന്നെ അഡ്വാൻസ് ആയിരിക്കും കാര്യങ്ങളൊക്കെ കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്ന ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടോളൂ. പിന്നെ ഞാൻ ഇത് ചെയ്യണതിൽ ഇതിനേറ്റ് കൂടുതലായിട്ട് വല്ല കാര്യങ്ങൾ അറിയണമെന്നൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ കമൻറ്റ് ഇട്ടോളൂ കേട്ടോ. ഓക്കെ, ഫ്യൂച്ചർ ഹീറ്റ് മാപ്പും എല്ലാതും അതെ ഓൾമോസ്റ്റ് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. എല്ലാ ഡാറ്റകളും നമുക്ക് തരണം കേട്ടോ. നാളെ ഗ്യാപ്പ് അപ്പിനുള്ള പ്രോബബിലിറ്റിയാണ് മാർക്കറ്റിൻ്റെ ടോട്ടലി അനലൈസ് ചെയ്യുമ്പോൾ കിട്ടുന്നത്.
ഒരു 150 പോയിൻ്റൊക്കെ കേപ്പബിൾ അനലൈസിങ് വരേണ്ട പ്രോബബിലിറ്റി ആയിട്ടാണ്. ഓക്കെ, അപ്പോൾ പുട്ട് ഓപ്ഷൻ ചെയ്തവർക്കൊക്കെ ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ടഫായിട്ടാണ് തോന്നുന്നത്. കോൾ ഓപ്ഷൻ ചെയ്തവർക്ക് അതിലത് മാർക്കറ്റ് ഇൻഡെക്സ് കയറാളോ സ്ട്രൈക്കിന് കയറാനുള്ള ചാൻസ് കുറവാണ്. പിന്നെ കയറണമെങ്കിൽ എത്ര വേണം? 200, 250, 270 റേഞ്ചിലേക്ക് പോയാൽ മാത്രമാണ് അവർക്ക് അതിൽ പ്രോബബിലിറ്റി ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവരും നോക്കി നന്നായി ചെയ്യേ. നാളെ ലൈവിന് കുറച്ച് നേരം ഉണ്ടാവാം ആണ് പ്ലാൻ ചെയ്യണത്, ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നാളെ കാണാം. എല്ലാവർക്കും പഠിച്ച് നന്നായി ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാവട്ടെ.